ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഫ്ലവർ ഇതെന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ചിലരുടെ ഒരു ധാരണയുണ്ട്, ഇതിനകത്ത് സ്പോഞ്ചായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടനോ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷേ അതൊന്നും അല്ല. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് കുറേ ഫ്ലവേഴ്സും നമുക്ക് ഇതുകൊണ്ടുള്ളത് കാണാം. ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ സ്നേഹമുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വാട്സപ്പിൽ ഇടുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്കൊരു പ്രയോജനം ഉണ്ടാകുന്നല്ലോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഒരുപാട് പേര് നിരന്തരം എന്നെ വിളിക്കുന്നുണ്ട്, ഹാൻഡ് മെയ്ഡ് ഫ്ലവറിൻ്റെ വീഡിയോസ് ഇടുന്നില്ലേ എന്ന്. ഇനിയിപ്പോൾ സ്ഥിരം ഞാൻ അങ്ങോട്ട് ഒരുപാട് മോഡൽ നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ ഇത് ചെയ്ത് നമ്മുടെ ഷോക്കേഴ്സിലോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ എന്തും എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുകൊണ്ട് തന്നെ അല്ലാതെ നമ്മുടെ വീടിന് നല്ല വീടുകൾ അലങ്കരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് പുറത്തുനിന്നൊരു ഫ്ലവർ വാങ്ങിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത് തന്നെ വളരെ നല്ല കാര്യമല്ലേ. അതുകൊണ്ട് നമുക്കിതൊന്ന് കാണാം. ഞാൻ എന്നിട്ട് ഒരു വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട്. വേസ്റ്റ് തുണിയിലേക്ക് അതേ കുറച്ച് വേസ്റ്റ് തുണി തന്നെ ഇടയിലോട്ട് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ഇത് കണക്കൊരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കൊടുത്തിട്ട് ഒന്ന് വളച്ച് കെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ വളച്ചതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. നമുക്കിനി ഇത് നൂല് കൊണ്ട് ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് കെട്ടി ചുറ്റിയെടുക്കുകയാണ്. ചുറ്റുമ്പോൾ നമ്മൾ ഈ താഴോട്ടുള്ള തുണിയും ഒന്ന് താഴെ വരെ ചുറ്റിയേക്കണം. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ടേപ്പ് ചുറ്റിയെടുക്കുന്ന സാധനം ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ടൊന്ന് ടേപ്പ് ചുറ്റിയെടുക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെയും ഫ്ലവർ കുറേ ഇതുപോലെ ഫ്ലവർ പോലെ ആക്കി നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഇതിനോട് ചേർത്ത് നമുക്ക് ഫ്ലവർ അല്ലാതെ ഇതിൻ്റെ ലീഫ് പിടിപ്പിക്കാൻ പറ്റും. ആ ലീഫ് പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഒരുപാട് ലീഫല്ല പെറ്റൽ പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു. ഞാനത് നേരത്തെ കെട്ടിയിട്ടത് ഒരെണ്ണം കാണിക്കാം. കണ്ട് ഇതുപോലെ കെട്ടിയിട്ടത് ഇതിനോട് ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ കെട്ടിയെടുക്കും. ആ രീതിയും കൂടി ഞാനൊന്ന് കാണിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ ഇത് ഞാൻ കൈ കൊണ്ട് വളച്ച് കമ്പി വെച്ചിങ്ങനെ കെട്ടിയതാണ്. ഇങ്ങനെ ഒന്ന് ചേർത്തൊന്ന് കെട്ടിക്കൊടുക്കാം. നൂലെടുത്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടേപ്പ് ചുറ്റി മാറ്റാം. ഈ ഫ്ലവറിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തിങ്കിൾ ടിപ്സിൻ്റെ ചാനലിൻ്റെ വീഡിയോസ് എടുത്തിട്ട് നോക്കാവുന്നതാണ്. അത് നമുക്കിനി ഇതിന് ശേഷം നമുക്കൊന്ന് ടേപ്പ് ചുറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഞാനിനി ഇതുകൊണ്ടുള്ള കുറേ ഫ്ലവർ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെ ചെയ്തിട്ട് ഇതൊക്കെ നമുക്കിങ്ങനെ വളഞ്ഞു പോയാലും എല്ലാം നേരെയാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള സാധനമാണ് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ. ഇനി നമുക്ക് ആ ഫ്ലവർ ഉണ്ടാക്കി സെറ്റ് ചെയ്ത രീതി ഒന്ന് കാണിക്കാം. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതൊക്കെ കുറേ ഞാൻ നിങ്ങളെ കാണിക്കും. പിന്നെ വെറൈറ്റി ഫ്ലവർ മേക്കിങ്ങിൻ്റെ കുറേ നമുക്ക് പഠിക്കാനുണ്ട്. ആ വേസ്റ്റ് തുണിയിൽ നിന്നുള്ളത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഞാൻ അതൊന്ന് കാണിക്കാം. ഇതൊക്കെയാണ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ എത്ര വർഷം വേണേലും നിൽക്കുന്ന വെറൈറ്റി ഫ്ലവറുകളാണ്. ഇതെല്ലാം ഞാൻ ഇനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റ് ആയതിന് ശേഷം കണ്ടോ, ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാൻ. റോസാപ്പൂക്കൾ പല കളറ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് നല്ലതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിൽ കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ റൗണ്ടിനകത്തെ ഈ ബ്ലാക്ക് കണ്ടില്ലേ, കണ്ടോ, റെഡ് പല കളറ് വെറൈറ്റീസുണ്ട്. ഇനിയും കുറേ വെറൈറ്റി പുതുമയാർന്ന വെറൈറ്റികളുമായിട്ട് ഞാൻ വീണ്ടും കാണും. എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്
ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ബായ്.